മാഡം, ഒരു മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ 1.5 മാസം ഗർഭിണിയാണെന്ന് പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളെങ്കിലും നിങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള പീരീഡ് എത്ര ദിവസം മുമ്പായിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ കല്യാണത്തിന് ഒരു 15 ദിവസം മുമ്പായിരുന്നോ പീരീഡ്? 1-ാം തീയതി ആയിരുന്നു. 15-ാം തീയതിയാണോ കല്യാണം കഴിഞ്ഞ്? അപ്പൊ ഏകദേശം 15 ദിവസം മുമ്പാണ് പീരീഡ് ഉണ്ടായിരുന്നത് കല്യാണത്തിന്. അതായത് ഏകദേശം ഓവുലേഷന്റെ ടൈമില്, അണ്ടോൽപാദനം നടക്കുന്ന സമയത്താണ് കല്യാണം നടന്നിരിക്കുന്നത്. അപ്പോൾ കൺസീവ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. അതുകൊണ്ടാണ് 1.5 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസിയുടെ കാലയളവ് കണക്കാക്കുന്നത് അവസാനത്തെ പീരീഡിന്റെ ആദ്യത്തെ ദിവസം വെച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ പറഞ്ഞത് ശരിയാണ്. ടെക്നിക്കലി അത് 1.5 മാസം പ്രഗ്നന്റ് ആണെന്ന് പറയും. ഈ LMP അഥവാ ലാസ്റ്റ് പീരീഡിന്റെ ആദ്യത്തെ ദിവസം മാത്രമാണ് നമുക്ക് അറിയുന്ന ഡേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഡേറ്റ് വെച്ചിട്ട് എല്ലാം കണക്കാക്കുന്നത്. കൃത്യമായ പീരീഡ് ഉള്ളവർക്ക് 14-15 ദിവസം ആകുമ്പോഴേക്കും ഓവുലേഷൻ നടക്കുന്നതുകൊണ്ട് 1.5 മാസം എന്നുള്ള കണക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് വിഷമിക്കാനൊന്നുമില്ല. ഇതിന് മുൻപുള്ള 2 ആഴ്ചയും നമ്മൾ എല്ലാവരുടെ പ്രഗ്നൻസിയിലും കണക്കാക്കിയിട്ടാണ് പറയുന്നത്. 40 ആഴ്ച 9 കലണ്ടർ മാസവും 7 ദിവസവും കണക്കാക്കുന്നത് LMP വെച്ചിട്ടാണ്. അതിൽ ഗർഭിണിയാകുന്നതിന് മുമ്പുള്ള 2 ആഴ്ചയും ഉൾപ്പെടും. അപ്പോൾ കണക്ക് ശരിയായില്ലേ?